ഇനി വെറും 15 മിനിറ്റ് കൂടെ അവിടെയൊക്കെ പോകാം. ഏതെടുക്കണം എന്തെടുക്കണം കൺഫ്യൂഷൻ. അതുപോലെ പൊളി സ്ഥലം, എല്ലാ സ്ഥലവും അടിപൊളി. അതുകൊണ്ടാണ് സൂര്യൻ്റെ അടുത്ത് ഫുള്ള്, സൂര്യൻ്റെ ചുറ്റും മൊത്തം ഫോഗ്. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം നിരപ്പ് പ്രതലമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യവും ഒന്ന് സംസാരിച്ചാലോ അതിനെപ്പറ്റി. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാവേ. കുടജാദ്രിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഹൈന്ദവ പുരാണങ്ങളുമായി ആദിശങ്കരാചാര്യരുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 9-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യർ എന്ത് ചെയ്തു, കുടജാദ്രി മലമുകളിൽ വന്ന് കഠിന തപസ് അനുഷ്ഠിക്കുകയും അപ്പോൾ ആ തപസ്സിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രസന്നയായ ജഗദാംബിക അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ആദിശങ്കരാചാര്യർ ആഗ്രഹിച്ചു, കേരളത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. ഇവർ ഒരുമിച്ച് യാത്രയായി. യാത്രാമധ്യയിൽ ദേവി നിബന്ധന വെച്ചു, ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാകും, എന്നാൽ നീ തിരിഞ്ഞു നോക്കരുതെന്ന് ആരോട് പറഞ്ഞു? ആദിശങ്കരാചാര്യരോട് ദേവി പറഞ്ഞു. നോക്കിയാൽ ഞാൻ അവിടെ ഉറച്ചു പോകുമെന്നും പറഞ്ഞു. ശില്പമായിട്ട് കല്ലായിട്ട് അവിടെ ഉറച്ചു നിന്ന് പോകുമെന്ന് ആദിശങ്കരാചാര്യരോട് ദേവി പറഞ്ഞു. തിരിഞ്ഞു നോക്കാതെ ആദിശങ്കരാചാര്യർ തെറ്റിപ്പോകുന്നു കേട്ടോ. ആദിശങ്കരാചാര്യർ എന്ത് ചെയ്തു, അങ്ങ് നടന്നു. കൊല്ലൂരായപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ദേവിയുടെ ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അപ്പോഴത്തേക്കും ദേവി എന്ത് ചെയ്തു പോയി, അങ്ങ് ഉറച്ചു പോയി. അപ്പോൾ ദേവി അവിടെ എന്ത് ചെയ്തു, കുടികൊള്ളുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ ആ ധ്യാനിച്ച മലമുകളിലെ ചെറിയ കർമ്മ പടമാണ് എന്ന് പറയുന്നത് സർവജ്ഞ പീഠം എന്ന് പറയുന്നത്. ഇത് കാണാനാണ് നമ്മൾ ആ മലമുകളിലേക്ക് പോകുന്നത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മല കയറി ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും വീഡിയോയ്ക്കകത്ത്. പക്ഷേ അതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് അങ്ങനെ വരുന്നില്ല. കാരണം എൻ്റെ യൂട്യൂബ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി മുതൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകണ്ടായിരുന്നെന്ന് പോലും തോന്നിപ്പോയി. കാരണം നല്ല പാടായിരുന്നു മുകളിലോട്ട് നടന്നു പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയാണ്. പക്ഷെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അരവിന്ദൻ്റെ അതിഥികൾ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ സിനിമയിലാണ് കണ്ടത്. ഞാനാണ് എനിക്ക് ഒരാളെന്ന് ആഗ്രഹം തോന്നിയത്. സിനിമയുടെ ബാക്കിൽ പോലും എത്തത്തില്ല. എന്തുവാ എൻ്റെ ചെരുപ്പ് ഏകദേശം പൊട്ടാറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെയുള്ള എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും അവരൊക്കെ ഞാൻ ഫ്രണ്ടിൽ പോകും, ഞാനാ പുറകിൽ പോന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ പോയിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഈ സംശയം ഇതൊന്നുമല്ല, ഈ സർവജ്ഞ പീഠത്തിൽ ഇരിക്കുന്ന ആ ഒരു ശങ്കരാചാര്യരായിരിക്കാം അവിടുത്തെ അവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ വരും തിരുമേനി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വരുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്നും പൂജ ഉണ്ടായിരിക്കും അവിടെ, അങ്ങനെയൊക്കെ ഉണ്ട് ഡൗട്ട് കേട്ടോ. എത്തും കേട്ടോ. അവിടെ കാണുന്നതാണ് അമ്പലം, ആ മരത്തിൻ്റെ പുറവശത്ത്. ഏകദേശം എത്താറായി കഴിയുമ്പോഴത്തേക്ക് ഒരു സമാധാനമുണ്ട്. കൂടുതൽ നമുക്ക് നടക്കും തോറും ഇനിയും ഉണ്ടല്ലോ എന്ന് അറിയുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. എത്താറായി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. കുറേ മലകൾ കാണാൻ പറ്റും ഇപ്പോൾ നമുക്ക് നല്ല ഉണക്കം. തിരികെയാണ് കണ്ട, അതാണ് അമ്പലം. കുറച്ച് ഭാഗം കാണാൻ പറ്റും, വെട്ടമില്ല. ഈ കുത്തനെയുള്ള ഇതുവഴി നമുക്ക് വേണമെങ്കിൽ പോകാം, ഇതുവഴി പോകാം. അക്കുത്തിക്കുത്താന വരമ്പത്ത് കയ്യെ കുത്ത് കരിയും കുത്ത് ചീപ്പ് വെള്ളം താറാമക്കട കയ്യിലൊരു വാങ്ക്.
ഇതുവഴി പോകാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവഴി തന്നെ പോവാം. മറ്റേ വഴി കുറച്ചുകൂടെ അയ്യോ ഈ കമ്പില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായതിന്. അയ്യോ ഇതാണ് നമ്മുടെ അമ്പലം. എത്തിയിരിക്കുന്നു. മരൊക്കെ ഇരിക്കുന്നു. ഫൈനലി നമ്മളിവിടെ സർവജ്ഞ പീഠത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ ഫസ്റ്റിലെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചെരുപ്പൊക്കെ ഫ്രണ്ട് കിടപ്പുണ്ട് കേട്ടോ. ചെറിയൊരു സ്പേസ്, ഭയങ്കര പോസിറ്റീവ് വൈബ് എനർജി ഉള്ളൊരു പ്ലേസാണ്. ആദ്യം ഞാൻ അവിടുത്തെ പടിയിൽ പോയി ഇങ്ങനെ ഇരുന്നു ഗൈസ്. ഇരുന്നില്ലേ? അല്ല, ഞാൻ ആദ്യം ഫോട്ടോ എടുത്ത് ചുറ്റിനുള്ളൊരു വീഡിയോ എടുത്ത്. രാഹുലിനൊക്കെ വേണ്ട അവിടെ ഇരുന്ന് കിടന്നിതെന്ന് തോന്നുന്നു. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. ഞാനും ഇരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ എല്ലാവരും എന്നെ നോക്കുന്നു. അതൊക്കെ പോട്ടെ. അതിന് ശേഷം ഞാൻ തൊഴാമെന്ന് വിചാരിച്ചു. എല്ലാവരും കയറി തൊഴുന്നുണ്ട്. അങ്ങനെ ഞാൻ തൊഴുതു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെന്താ, നല്ല വ്യൂ ആണ് അവിടെ നോക്കാൻ വേണ്ടി. അവന്മാരൊക്കെ ഫോട്ടോ എടുത്തു. ഞങ്ങളവിടെ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഈ വടിയാണ് എല്ലാ സംഭവം വടി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, മൊത്തം കൺഫ്യൂഷനായി. രാഹുലണ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി തിരിച്ചിറങ്ങുകയാണ്. ആരാണ്ടര ചെരുപ്പൊക്കെ പൊട്ടിയാണ്ട് ഇവിടെ വെച്ചേക്കണം. ചെരുപ്പ് പൊട്ടിയ സീന, അത് വേറെ കാര്യം. എൻ്റെ ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞാൻ ഒരു ചെരുപ്പ് മൈസൂരിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പൊട്ടുവാണെങ്കിൽ അതിടാം. ഞാൻ അതിട്ടുകൊണ്ട് വരാൻ വേണ്ടി ഇരുന്നേ, കാരണം ഈ ഡ്രസ്സിൻ്റെ കളറാണ്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു നിരപ്പാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ കുത്തനെ കിടക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് കുഴപ്പം കാണത്തില്ല. ചന്തു നമ്മൾ ഇറങ്ങി പോകുന്ന വഴികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞൊരു വഴിയാണ് കേട്ടോ. ഒരു നിരന്ന് കിടക്കുവാണെങ്കിൽ ഒരാൾക്ക് പോകാൻ പറ്റും. അത് രണ്ടുപേർക്കൂടെ ഇതുവഴി ഒരാൾക്ക് പോവാം, ഇതുവഴി ഒരാൾക്ക് പോവാം. അങ്ങനെ ഞാൻ പേടിപ്പിക്കുന്ന പുലിയെന്നും പറഞ്ഞ് മനുഷ്യർക്ക് നടന്നു വരാൻ മതി, പിന്നെ പുലി നടന്നു വരുന്നു. അപ്പം മോനെ ഞാനങ്ങനെ നിൽക്കുന്ന പറഞ്ഞു എടുക്കടാ. ഇതിന് ചാടിക്കിടക്കണമല്ലോ ദൈവമേ. ഞാനാടി നിൽക്കുന്നത് ഷാഡോ. ഇത് ചാടണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ ഞാൻ ചാടും. നിൽക്കടാ, ഞാൻ ചാടട്ടടാ. കമ്പ് നമുക്ക് അങ്ങോട്ടും കിട്ടേക്കാം. കർപ്പൂരകാരം കരുണാവകാരം. അപ്പം നമ്മുടെ ഈ അമ്പലത്തിലെ അങ്ങോട്ട് പോയപ്പോൾ ഇവരായിരുന്നു ആദ്യം പോയത്. ഇറങ്ങുമ്പോൾ ഞങ്ങളാട്ടോ ആദ്യം ഇറങ്ങുന്നത്. കാരണം ഇറങ്ങാൻ വളരെ സിമ്പിളാട്ടോ, കയറാൻ മാത്രം നല്ല പാട്. വെട്ടമില്ലല്ലോ ഇഷ്ടം.
80, 75 ഇതിനകത്ത് 75-80 വന്നത്. 75-80 ഗ്ലാസ് ഇല്ല, വല്ല മരച്ചില്ല വല്ല ഒന്ന് കണ്ണിലടിച്ചാൽ തീർന്നു. ഒരു വളവും മാക്സിമം 10-40 ആ വരുന്ന സ്പീഡിൽ തന്നെ പിടിച്ചത്. ഓപ്പോസിറ്റ് ഒക്കെ വരുന്ന കാറിന് കാലത്ത് ഈ ഇവരുടെ മിററൊക്കെ എടുത്തോണ്ട് പോകുന്നു, സൈഡിൽ വെച്ചേക്കുന്നു. അതാ പിടിച്ച് വളക്കുന്ന വളവെന്ന് പറയാ വരുന്ന അതേ സ്പീഡിൽ തന്നെ ഉണ്ട്. നമ്മുടെ മാസ്ക് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വീണാ നമ്മള് കാര്യം പോക്ക. ഇങ്ങോട്ട് വീണാ അങ്ങോട്ട് ഉരുണ്ടുരുണ്ടങ്ങ് പോത്തേ ഉള്ളു കേട്ടോ. ഇങ്ങോട്ട് മാറി നടേണ്ട. ശബ്ദം ഉണ്ടാക്കിയതാ. നത്തിങ് ഗൈസ്. അനിമാവ അങ്ങ് പോവുക. പ്രീതിക്ക് വേണ്ടി ഇവിടെ വന്ന് അല്ലല്ലോ ഇങ്ങനെ പോകുമ്പോഴേ അമ്മയും ഇയാൾ പറഞ്ഞാ വരുന്നത്. അപ്പം എന്താ ഇയാൾ ചോദിക്കുമ്പോൾ എങ്ങനെ ഞാൻ അറിയുന്ന ചോദിക്കും. അപ്പം പറയും പുലിസം കണ്ട് അനക്കെന്ന് പറയും. പുലിസിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് പറയും. ഞാൻ പറയും നീ അപ്പം തിരിഞ്ഞ് നോക്കണം അവിടെ ഇരിക്കുന്നു പറയും. അങ്ങനെ പുള്ളിക്കാരൻ വന്നപ്പോൾ പുലിസിൻ്റെ ശബ്ദം കേട്ടില്ലെന്നോ ഞാൻ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അടുത്ത ഇരിപ്പ് ഇവിടെ കുറേ ചെരുപ്പ് കാണാൻ പറ്റും. അതും പെമ്പിള്ളാരുടെ ഇരിപ്പാണ് കൂടുതലും കാണുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വെള്ളം കുടിക്കാൻ ചായക്കട ഒന്നുമില്ല, എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ എല്ലാവരും പോകണം. പിന്നെ ഇവിടെ വന്ന ഓർമ്മയ്ക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാനും ഒന്നും തന്നെ ഇല്ല. കുറേ കല്ലുകളുണ്ട്, പിന്നെ ഈ കാഴ്ചകളുമുണ്ട്. നമ്മളിപ്പോൾ എവിടെ പോയാലും അവിടെയൊക്കെ ഓരോ എന്താ പറയുക സാധനങ്ങളൊക്കെ കാണുമല്ലോ, നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. ഇവിടെ വന്നതാണ് ചരടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതൊന്നും ഇവിടെ ഇല്ല. സമ്മതിക്കണം കേട്ടോ. അമ്മ പോകുന്നുണ്ടോ? എല്ലാവർക്കും ബഹുമാനമാണ് അമ്മയോട്. ദാണ്ട ചെരുപ്പ് എന്തോ നമ്മുടെ വീട്ടിലുള്ള കുറെ വെണ്ടകളെ വെണ്ടയ്ക്ക് എന്താ വണ്ണമുള്ളവര് പോട്ടെ. അപ്പൂനെ പറഞ്ഞല്ലോ യോഗമില്ല ഇതില്ല കേട്ടോ. നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ കൂട്ടത്തിലില്ല, നമ്മുടെ കുടുംബത്തിലില്ല. നീ എന്നിട്ട് പോലും അവർക്ക് ആർക്കും വരാൻ വയ്യ. തൊഴിലുറപ്പിനൊന്നും പോകാൻ കുഴപ്പമില്ല, വായ്ത്താളത്തിന് കുഴപ്പമില്ല. മൊത്തം പെമ്പിള്ളാരുടെ ചെരുപ്പാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. എനിക്ക് വന്ന അവരുടെയൊക്കെ ചെരുപ്പ് പൊട്ടുന്നയാ. ഇവിടെ വരുമ്പോ അടുത്ത ചെരുപ്പ് എവിടെ അറിയോ നമ്മളാ ആ സ്പോട്ട്. പിന്നെ അമ്പലം ഉണ്ടല്ലോ നമുക്ക് അതൊന്ന് മറ്റേ ഇത് ആ പൊക്കാ നാട്ടിൽ കാണാൻ പറ്റുന്നില്ല. 5:30 ആകുമ്പോഴത്തേക്ക്
എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ പ്രായം കാണും അമ്മയ്ക്ക്. എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ. ഐ എം സോ ഹാപ്പി. കയറിയപ്പോൾ ഉള്ള പോലല്ല, ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല സന്തോഷം. നല്ല തണുപ്പും ഫുള്ള് പച്ചപ്പും, എൻ്റെ ഡ്രസ്സും പച്ചപ്പ്, അടിപൊളി, രക്ഷയില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്നിരുന്ന് പോകാൻ വേണം. എനിക്ക് വേണ്ട കല്ലൊക്കെ സിറ്റിംഗ് പ്ലേസ്. എന്തോ ഇവിടെ എവിടെ നിൽക്കാനാ? പ്രായം ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ. പക്ഷെ വരണം, പേടിക്കരുത്. കയറുമ്പോഴേ ചില ആൾക്കാർ ഇറങ്ങി പോവും, അത്രയ്ക്ക് പ്രശ്നമാണ്. പക്ഷെ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, അടിപൊളിയാണ്. പോകണ്ട ഫോഗ് വന്നു. നമുക്ക് വേണ്ടി വന്ന കോടയാണത് ഗൈസ്. ഇത് കെയർഫുൾ ആണ്. ഓരോരുത്തരും ഓരോ വഴി പിടിച്ചോ. ഞാൻ ഈ വഴി പോവാം. ഈ വഴിയാണ് കുറച്ചുകൂടെ സേഫ്. ഓക്കെ, അടിപൊളി. അല്ല അവിടുന്ന് എന്താ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് ഇടരുത്, കുപ്പിയും ഗ്ലാസ്സൊന്നും ഇടരുത്. നമുക്ക് ഇതുവഴി പിടിക്കാം. അപ്പുറം വഴി പോകാം. പക്ഷേ ഇല്ല പെതിയെ പോത്തോളൂ. കാലൊന്ന് തെന്നിയാൽ അങ്ങ് പോകും. പക്ഷെ നമ്മൾ എന്തോ വരാന് ഇവിടെ തെന്നിയാ നമ്മുടെ നേരെ മൂക്കൊന്നില്ല, അവിടെ അടിക്കി പിടിക്കുന്നത്. തണുപ്പുണ്ട്. രാഹുലിനും കഥ തുടങ്ങി. അപ്പൊ കണ്ടതാണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല വെയിലുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നല്ല ഫോഗും ഉണ്ട് കേട്ടോ. ഒരു ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരാൾ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ മഞ്ഞ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇപ്പം കണ്ട കുഴി താണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ട്. എല്ലാവരും ഓടിക്കതച്ച് ഓടി വരും. സ്ഥലം എത്തിയെന്ന് പറയാം. പക്ഷേ ഇതിനകത്തൂടെ വീണ് കഴിയുന്ന പ്രശ്നം നേരെ ഇങ്ങനെ വന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വഴിയൊക്കെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നടന്നത്. കാരണം നല്ല ശ്വാസം മുട്ടൽ ചെറുതായിട്ടുണ്ടായിരുന്നു, നെഞ്ചെടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ പോവാതിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും ഗൈസ്. പിന്നെ ഇവിടുന്ന് കമ്പ് ഓടിക്കാം. അതാണ്ട് ഈ കമ്പൊക്കെ ഇവിടെ നിന്നാണ് ഓടിച്ചതെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കും കേട്ടോ. ഇനി വരുന്നവർക്ക് ഞങ്ങൾ അവിടെ ഈ കമ്പെടുക്കാൻ ചെന്നപ്പോൾ 7 കമ്പെങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പം ഇനി വരുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകും. കാരണം എത്ര കുത്തിയാലും ഒടിയുന്നൊന്നുമില്ല, നല്ല കട്ടി ഉണ്ട് കേട്ടോ കമ്പിന്. അതിനെ കുത്തിയാണ് കയറിയത്. കമ്പില്ലായിരുന്നു എനിക്ക് അങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. സ്ഥലം അടിപൊളിയാണ്. ഇവിടെ താണ്ട വെയിലുണ്ട്, സൂര്യനുണ്ട്, ഇവിടെ നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട്. അവിടെ താണ്ട അവന്മാർ